ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഫ്യൂ ഡേയ്സ് ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് കാർത്തികയുടെയും വർഷയുടെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. ഇന്നെന്തോ അവരെന്തോ പരിപാടി നടത്തുന്നുണ്ട്, ഏതോ സ്ഥലത്താണ്, എനിക്ക് അറിഞ്ഞൂടെ. കുറച്ച് അത്യാവശ്യം ദൂരമുണ്ട്. ഞാൻ വിചാരിച്ച് എന്തായാലും പോവാമല്ലോ. എനിക്കൊന്ന് അലക്കാട്ടെ കാറ്ററേഴ്സിൻ്റെ എന്തോ ഹെഡ് ഓഫീസാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അറിയത്തില്ല, ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ ഗൈസ്, ഇത് എവിടെയാണ് സംഭവം എന്നുള്ളത്. അതിന് മുമ്പേ പറ്റുമെങ്കിൽ ഒരു ബൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ബൊക്കെ കൊടുക്കാം. സ്നേഹത്തിൻ്റെ പ്രതീകമാണല്ലോ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പനമ്പള്ളിയിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്ലവർ ഷോപ്പ് ഉണ്ട്, ഫ്ലോറിസ്റ്റ്. അപ്പം അവിടെ പോയിട്ട് നല്ല ബൊക്കയും വാങ്ങിച്ചിട്ട് നേരെ ഈ ഒരു സ്ഥലത്തോട്ട് പോയി. അങ്ങനെ ഗൈസ്, വൈറ്റിലെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുമ്പോൾ ഞാൻ ഷാരുവിനെ വിളിച്ചു ചോദിച്ചു എന്താണ് യഥാർത്ഥ പരിപാടി എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി 8 മണി 8:30 ഉള്ളൂ അവർ വരുന്നുള്ളൂ. ഞാൻ പോയി ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചു, എന്നിട്ട് ഫ്ലവറും വാങ്ങിച്ച് എന്നിട്ട് പോവാം. ഇത് അത്യാവശ്യം തിരുവാണൂർ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഗൈസ്. അവിടെ എത്തുമ്പോൾ എന്തായാലും എനിക്ക് 1 മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ഷേവും ചെയ്യാം, ഫ്ലവറും വാങ്ങിക്കാം ഗൈസ്. ആദ്യം അത് നടക്കട്ടെ, എന്നിട്ട് പിന്നെ എല്ലാവരും ഇറങ്ങുന്ന ടൈം ആകുമ്പോൾ ഞാനും ഇറങ്ങാം, അതായിരിക്കും നല്ലത്. ഓക്കെ ഗൈസ്, അപ്പോൾ വീണ്ടും കാണാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഫ്ലോറിസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കയറി നല്ലൊരു ബൊക്കെ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ലേറ്റാണ്ട് എനിക്ക് കിട്ടുമെന്നും അറിയത്തില്ല. ലെറ്റ് സി. ഇതാണ് നമ്മുടെ ബൊക്കെ. അവർക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ബൊക്കെ കറക്റ്റ് അവിടെ തന്നെ എത്തിയാൽ മതിയായിരുന്നു, പരിക്കൊന്നും കൂടാതെ. അസിഡിറ്റിയുടെ മെഡിസിനും വാങ്ങിച്ചൊന്ന് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇന്നും എനിക്ക് എന്താണെന്ന് അറിഞ്ഞോളൂ, ജസ്റ്റ് ഒരു പിടുത്തം, ആൻഡ് ഇറ്റ്സ് വെരി അൺകംഫർട്ടബിൾ. അതുകൊണ്ട് ലെറ്റ് സി, എന്തെങ്കിലും ഒരു അസിഡിറ്റിയുടെ മെഡിസിൻ വാങ്ങിച്ച് കഴിച്ചു നോക്കാം. അത് അസിഡിറ്റി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒരു ഹെവിനെസ് ഉണ്ട് ഗൈസ്. നല്ല രീതിയിൽ വർക്കൗട്ടും ചെയ്തായിരുന്നു, അതിൻ്റെ പ്രശ്നമാണോ ഒന്നും അറിയത്തില്ല. എനിവേസ് ഗൈസ്, എന്തായാലും മെഡിസിൻ വാങ്ങിച്ചിട്ട് നേരെ പോട്ടെ. അതെന്തോന്നും തിരുവാണിയൂറാ അങ്ങനെ എന്തോ ഒരു സ്ഥലമാണ് ഗൈസ്. അതിൻ്റെ നോക്കട്ടെ എവിടെയാണ് മാപ്പ്. തിരുവാണിയൂർ. ഉഫ്, എൻ്റെ അമ്മേ, എത്ര മിനിറ്റ്? 52 മിനിറ്റോ പരമ്പള്ളിയിൽ നിന്ന്. 19 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. എന്തോ കാറ്ററിംഗ് സർവീസിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. റിസപ്ഷൻ ചെയ്തവർ തന്നെയാണെന്നും തോന്നുന്നു. അവരുടെ തന്നെ എന്തോ പ്ലേസ് ആണ്. സോ ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എന്തായാലും ഒരു 52 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 9 മണിക്ക് എത്തുമെന്നാണ് കാണിക്കുന്നത്. പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മൾ ഓൺ ദ വേ ആണ്. നൈറ്റിലെ ട്രാഫിക് ജാമിൽ പെട്ട് കിടക്കുകയാണ്. 1 വർഷം കഴിഞ്ഞത് അറിഞ്ഞില്ല ഗൈസ്. ഈ 1 വർഷം കൊണ്ടാണ് എൻ്റെ വ്ളോഗും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം 1 വർഷം വ്ളോഗ് ജേർണി എൻ്റെത് 1 വർഷം ആയത്തേ ഉള്ളൂ. യൂട്യൂബ് ഞാൻ പറഞ്ഞില്ല 2 വർഷം ആയി. ബിക്കോസ് ഞാൻ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഒരു പെർഫെക്ഷനിസ്റ്റ് സെറ്റപ്പിലുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വർക്കാവാത്തപ്പോഴാണ് ഞാൻ പിന്നെ പതുക്കെ വ്ളോഗിങ്ങിലോട്ട് അങ്ങ് കയറി. നല്ല തിരക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, പറഞ്ഞു വന്നു കഴിഞ്ഞാൽ 1 വർഷമായിട്ടാണ് വ്ളോഗും ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഞാൻ തന്നെ വിചാരിക്കുന്നില്ല ഗൈസ്, ഈ 1 വർഷം പോയ സ്പീഡിൽ ഒരു പിടിയില്ല. ഇവർ വരുന്നുണ്ടല്ലോ, ഞാനും കാർത്തിയും വർഷയും ബാക്കിയുള്ളവരും ഒക്കെ നമ്മൾ ഈ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും പെട്ടെന്ന് 1 ഇയർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആ ലെവലിൽ ഫാസ്റ്റ് ആയിട്ടാണ് ടൈം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് ഗൈസ്. അതായത് ഒട്ടും ലാഗ് ഇല്ലാത്ത ഒരു മൂവി പോലെയായിരുന്നു ഈ ഒരു കാലഘട്ടം എൻ്റെ കാര്യത്തിൽ. വ്ളോഗ് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വ്ളോഗ് ചെയ്യാത്തപ്പോൾ അവൻ വരുന്നു, അവന് എവളും കൂടെ വന്നിട്ട് എന്നെ പൊക്കിയെടുക്കുന്നു, വ്ളോഗ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞേ ഗൈസ്, ഈ വ്ളോഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ പെട്ടെന്ന് ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ബിക്കോസ് ഈസി അല്ല. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മളിത് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. ഭയങ്കരമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. ഇത് നമുക്ക് പറ്റിയ പണിയാണോ, നമ്മളിതിൽ എന്ത് ചെയ്യും, നമ്മളിതിൽ എന്ത് കാണിക്കണം, ഇത് കാണിക്കണ്ട, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്ന സാധനത്തിൽ. മിക്കവരും എന്റെ ഒരു ഇതിൽ തന്നെ എനിക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട് വ്ളോഗ് ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് ഗൈസ്. വീഡിയോ എടുത്തു വെച്ചേക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ പാടാണ്. ഇല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ഇടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനും ഉണ്ട്. അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, അത്രയും കുറച്ച് പാടുള്ളൊരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് തന്നെ അതിശയമാണ് ഞാൻ ഇത്രയും നാളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയല്ലോ എന്നുള്ളത്. സോ എന്തായാലും അതിന് നന്ദി പറയേണ്ടത് ഗൈസ് കാർത്തിയുടെ തന്നെയാണ്. എപ്പോഴൊക്കെ ഡീമോട്ടിവേറ്റഡ് ആവും അപ്പോഴൊക്കെ അവൻ തന്നെയാണ് വന്ന് പുഷ് ചെയ്ത് വെളിയിറങ്ങുന്നത്. അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലേ ഗൈസ് ഈ വ്ളോഗിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പിടിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി പച്ച പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ കാശ് ഉണ്ടാക്കണേയല്ല. കാശ് സത്യം പറഞ്ഞാൽ ഗൈസ് അത് ആ ഒരു രീതിയിൽ ഇത് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടുകയും വേണം. ഒത്തിരി ഒരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ അങ്ങനെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് സെറ്റപ്പിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ. പക്ഷെ അതല്ലാതെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നത്
വർക്കാവും. ബിക്കോസ് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വ്ളോഗ് ചെയ്യുന്നത്. ഈ എഡിറ്റ് ചെയ്യുന്നത് കുറച്ച് പാടാണെങ്കിലും, ബിക്കോസ് അത്യാവശ്യം വലിയ വ്ളോഗൊക്കെ ചെയ്യുമ്പം അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു പ്രശ്നം അല്ലാതെ വ്ളോഗ് ഈസ് ഗുഡ്. ബിക്കോസ് എനിക്ക് ഒത്തിരി പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. നെറ്റ്വർക്കിങ്ങും നല്ലതാണ്. പിന്നെ നമ്മൾ ഇപ്പം ഫുഡിന്റെ കേസിലായാലും നമ്മൾ അത്യാവശ്യം കുറച്ചുകൂടെ എന്താ പറയാല്ലേ, എന്റെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കേസ് ആയതുകൊണ്ട് അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പല നീഷിലുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ എനിക്ക് കൊളാബ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആയിട്ട് ഭാവിയിൽ. പക്ഷെ ഞാൻ പറഞ്ഞേ, നമ്മളുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്. എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. മടിയാണ്, നാണോ ഉണ്ട്, അത് വേറെ കേസ്. പക്ഷെ കാർത്തികയുടെ കൂടെ നിൽക്കുമ്പോൾ പക്ഷെ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട് കേസ്. അതാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളവരോടുള്ള പോലെ അല്ല. അവനും വർഷയും കൂടെ ഞാനുമായിട്ട് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. നല്ല ചില്ലായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് പോകുന്നത് എല്ലാ കാര്യങ്ങളും. സോ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ ഒരു കംഫർട്ട് സോൺ എല്ലാവരുമായിട്ട് ഉണ്ടാവണമെന്നില്ല. ആൻഡ് എന്താ പറയാ, വ്ളോഗ് തുടങ്ങണമെന്നുള്ളവർക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കാർത്തിയുടെ ജേണി. അപ്പം അതിന്റെ കൂടെ വേണമെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് എന്റെ ജേണിയും എടുക്കാം. ബിക്കോസ് ഒരു പബ്ലിക് സ്പേസിലും സംസാരിക്കാത്ത ഒരാളായിരുന്നു ഞാനൊരാൾ ഇങ്ങനെ ക്യാമറയും വെച്ച് മൈക്കും പിടിച്ച് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ് ദാറ്റ് ഷോസ് ഹിസ് ഇമ്പാക്ട് ഓൺ മീ ആൻഡ് ദ വേ ഹി മെന്റേർഡ് മീ ഇൻ ടു ദിസ്. മനസ്സിലായില്ലേ? അപ്പം അത്യാവശ്യം ഞാൻ അവൻ്റെ അടുത്ത് പറയാറുണ്ട് എപ്പോഴെങ്കിലും ഒരു മറ്റേ മാസ്റ്റർ ക്ലാസ് പോലത്തെ ഒരു സാധനം, വീഡിയോയോ വർക്ക്ഷോപ്പ് എന്തെങ്കിലും ചെയ്യാനായിട്ട്. ബിക്കോസ് ഒത്തിരി പേർക്ക് വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് ബഹുഭൂരിപക്ഷവും. എത്രത്തോളം നെഗറ്റീവ് ആൾക്കാർ അടിച്ചു കഴിഞ്ഞാലും എവിടെയൊക്കെ കാണാറുണ്ടല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളവരെ, ഇൻഫ്ലുവൻസർമാരെയൊക്കെ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർക്കും ഉണ്ട് ഉള്ളിൽ ആഗ്രഹം എന്തെങ്കിലും രീതിയിൽ ഫെയിം അച്ചീവ് ചെയ്യണമെന്നുള്ളത്. ചിലർക്ക് കാശ്, ചിലർക്ക് രണ്ടും. നമ്മളിനി എത്രയൊക്കെ അത് വേണ്ട അല്ലെങ്കിൽ നമുക്കതിൽ താല്പര്യം ഇല്ല എന്ന് പറയുന്നവർക്ക് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് കേസ്. സീക്രട്ട്ലി അവരുടെ മനസ്സിൽ അവർക്ക് എങ്ങനെയെങ്കിലും ഫെയിം ഉണ്ടാക്കണമെന്നുണ്ട്. ആൻഡ് ദേ ട്രൈ ടു എന്താ പറയുമല്ലോ, ഈ ഫെയിം ഉള്ള ആൾക്കാരെ കമ്പനി അടിക്കാനും അവരെ ആ ഒരു സർക്കിളിൽ നിൽക്കാനും. ആക്ടേഴ്സ് ആയിക്കോട്ടെ, സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളിപ്പം അത്യാവശ്യം കാശുള്ള ആൾക്കാരുടെ ഒരു സർക്കിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെയിം ഉള്ള ഒത്തിരി പേരുണ്ട് അവരുടെ ഈ ഒരു സർക്കിളിൽ. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഷോസ് മണി മാത്രമല്ല. ബിക്കോസ് അവർക്ക് അങ്ങനെയാണെങ്കിൽ ഇവർ ബിസിനസ്സുകാരുമായിട്ട് മാത്രം നടന്നാൽ പോരെ. അപ്പൊ അവർക്കും ഇഷ്ടമാണ് ഈ ഫെയിം ഉള്ള ആൾക്കാർ അവരെ ചുറ്റും ഇങ്ങനെ നടക്കണമെന്നൊക്കെ ഉള്ളത്. ഈ എല്ലാവർക്കും ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആണത്. ഫെയിം ഹാസ് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ്. മനസ്സിലായില്ലേ? അപ്പം അത് ഒരു ക്രിഞ്ചാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് അത് കിട്ടാത്തതിന്റെ അസൂയാണ്. അത് അവർക്കും ഉള്ളിന്റെ ഉള്ളിൽ സീക്രട്ട്ലി അവർക്ക് താല്പര്യം ഉണ്ടാവും എന്തെങ്കിലും രീതിയിൽ. അവർക്കും ഫെയിമോ 4 പേരെ അറിയണമെന്നോ എന്തെങ്കിലും ഉള്ള രീതിയിൽ. അപ്പം സോഷ്യൽ മീഡിയയിൽ ക്രിഞ്ച് കാണിച്ചിട്ടാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് മറ്റേ പ്രോപ്പറായിട്ട് കോർപ്പറേറ്റ് ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നവരെയും കാട്ടി കാശുണ്ടാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലുള്ളവർ. ദാറ്റ്സ് എ ഫാക്ട് ഗൈസ്. എന്തെങ്കിലും ഞാനും ആ ലെവലിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. എന്തായാലും കണ്ടറിയാം ഗൈസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിനെ ആരും കുറച്ചൊന്നും കാണണ്ട ഗൈസ്. ദിസ് ഫീൽഡ് ഈസ് നൗ ബൂമിങ്. അത്യാവശ്യം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു മേഖലയാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് എന്ന് പറയുന്ന സാധനം. ഇൻഫ്ലുവൻസർ ആയില്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എങ്കിലും ആവണമെന്നുള്ള ഒരു മോഹം എല്ലാവർക്കും ഉണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു കോണ്ടന്റ് ചെയ്യുന്നത്. ഇപ്പൊ സിനിമ ആവാം, ഫുഡ് ആവാം, ട്രാവൽ ആവാം, ലൈഫ് സ്റ്റൈൽ ആവാം, ബ്യൂട്ടി ആവാം. നമ്മളെ വൈഡ് വെറൈറ്റി ഓഫ് നീഷ് കിടക്കുന്നുണ്ട്. പല ആൾക്കാർക്കും പല ഇൻട്രസ്റ്റും ഉണ്ട്. അവർക്ക് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയും അവർക്കിപ്പോൾ ഒരു മെന്റർ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് അത് ചെയ്യും ഗൈസ്. അപ്പൊ ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചല്ല. ഞാൻ കണ്ടില്ലേ, ഞാനിപ്പം വാദവരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് ഇൻ ടു ദിസ്. ഇറ്റ്സ് എന്താ പറയുക, വെരി എന്താ പറയാ, നമുക്കൊരു വേറൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നെന്നുള്ളൊരു സംഭവം ഇല്ല ഇതിൽ. നമുക്ക് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓൾ ഇൻ ഓൾ ദിസ് ഈസ് ലൈക്ക് എന്താ പറയുക, ഒരു ഗുഡ് ഓപ്ഷൻ, കരിയർ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തൊലിക്കട്ടി ഉണ്ടാക്കി എടുക്കേണ്ടി വരും. അതാണ് ഈ ഒരു ഫീൽഡിലുള്ള ഏറ്റവും വലിയ എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ്. ആരെന്ത് വിചാരിക്കുന്നോ, നാട്ടുകാർ നമ്മൾ വീഡിയോ എടുക്കുന്നത് നോക്കുന്നുണ്ടോ എന്നുള്ള ചമ്മലും സാധനങ്ങളും ഒക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വി വിൽ ഡു ഗുഡ് ഇൻ ദിസ്. ഞാൻ ഏകദേശം ഒരു ഹാഫ് ആയെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തുടക്കത്തിലുണ്ടായിരുന്ന ചമ്മലും ആ പേടിയും സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പം. ഐ ആം കൈൻഡ് ഓഫ് കോൺഫിഡന്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ വേറെ ആരുടെയും വാലിഡേഷൻ ഒന്നും നോക്കുന്നില്ല. ഐ ആം ജസ്റ്റ് മേക്കിംഗ് കോണ്ടന്റ് ദാറ്റ് എന്താ പറയാലോ, ഞാനിപ്പോ ഈ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോ ഈ വ്ളോഗിൽ കൂടെ കാണിക്കുന്നത്. ഇപ്പൊ ഒന്നും ഇല്ലാത്ത സമയം ഞാൻ വ്ളോഗ് ഇടാറില്ല. അല്ലാതെ ബിക്കോസ് ഡെയിലി വ്ളോഗ് ഞാൻ ചെയ്യാൻ നോക്കി, പക്ഷെ അത് പറ്റുന്ന കേസല്ല. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ വ്ളോഗിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കി ഇടേണ്ടി വരും. അതിലൊരു നാച്ചുറാലിറ്റി പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ മാക്സിമം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോൾ അത് വ്ളോഗുമായിട്ട് വരുന്നത്. സോ എനിവേസ് ഉടനെ വരാൻ കഴിച്ചു. ഭയങ്കര തിരക്ക്. ഈ പാലം ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചത്. മെട്രോ എന്താണെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. നല്ല ബ്രിഡ്ജാണിത്. ഇറ്റ്സ് നൈസ്.
അപ്പോൾ അങ്ങനെ ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഈ ഒരു വർഷം കൊണ്ട് പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു. ആൻഡ് ആസ് എ പേഴ്സൺ ഞാൻ തന്നെ മാറി കുറേ. ആൻഡ് എന്താ പറയാമല്ലോ, ഒത്തിരി അങ്ങ് ഇൻട്രോവേർട്ടായിട്ട് ഇരുന്ന ഞാനാണ് ഇപ്പം ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു, അത്യാവശ്യം കുറച്ച് കോണ്ടാക്ട്സ് ആവുന്നു. അപ്പോൾ ഇതൊക്കെ മുമ്പ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഒക്കെ വന്നിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഈ കൊച്ചിയിൽ ഉണ്ടാകുന്ന സമയം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ വീണ്ടും ഒരു സോഷ്യൽ ലൈഫിലോട്ട് വന്നത് ഈ വ്ളോഗിന്റെ പരിപാടി തുടങ്ങിയതിനു ശേഷമാണ് ഗൈസ്. അപ്പോൾ ഇത്രയും കംഫർട്ട് ആയത് കാർത്തിയും ആയിട്ട് ഇങ്ങനെ ഈ ഒരു വ്ളോഗ് പരിപാടി തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു വർഷമാണ് ഗൈസ് എന്റെയും ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷം. ബിക്കോസ് ഗേവ് മീ ദ കോൺഫിഡൻസ് ടു റീസ്റ്റാർട്ട് മൈ ലൈഫ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ഏറ്റവും വലിയ മോട്ടിവേഷൻ ആൻഡ് മൈ പ്രചോദനം എനിക്ക് കിട്ടിയത് കാർത്തിയുടെയും ഷാസിന്റെയൊന്നുമാണ് ഗൈസ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ പുഷ് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? എത്ര വ്ളോഗ് എടുത്തൊന്നും എനിക്കുള്ളൂ, പക്ഷെ അത്യാവശ്യം ഞാൻ കുറച്ചധികം വ്ളോഗ്സ് ഞാൻ എടുത്തിട്ടുണ്ടാവണം ഈ ഒരു ഒറ്റ വർഷത്തിനിടയിൽ. അപ്പോൾ അത് ഞാനൊരു ചില്ലറ കാര്യമായിട്ട് കൂട്ടുന്നില്ല ഗൈസ്. അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. ആൻഡ് കുറേ പേർക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. അപ്പം ആ ഒരു ഇഷ്ടം മതി ഗൈസ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിന്ന് വേറെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് കയറി ഒരു ഫീൽഡല്ല ഇത്. കയറിയൊരു ഫീൽഡല്ല. ഞാൻ തന്നെ മടിച്ച് പേടിച്ചൊക്കെ കയറിയൊരു സംഭവമാണ്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട് ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്യൂല എന്നുള്ളത്. ഒത്തിരി ഡൗട്ട് അടിച്ചൊരു കേസാണ്. അപ്പോൾ ഇത്രമാത്രം എന്നെ പുഷ് ചെയ്ത് മോട്ടിവേഷൻ തന്ന് ഈ ഒരു ലെവലിൽ എത്തിയതിൽ എൻ്റെ മെയിൻ പില്ലേഴ്സാണ് കാർത്തിയും ഷാസും. അപ്പോൾ കാർത്തി ഈസ് എ വെരി ബിഗ് പാർട്ട് ഓഫ് മൈ ലൈഫ് നൗ. ഫ്രണ്ട് എന്നുള്ളത് മാറി ഒരു സഹോദരനെ പോലെ ആയി. ബിക്കോസ് അവളും ഇപ്പോൾ ഏകദേശം സിബ്ലിങ്സ് പോലെയാണ് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവർ വന്ന് അവരെ കളിയും ചിരിയും തമാശയും ഭ്രാന്തിലും എല്ലാത്തിലും എനിക്കും പാട്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ് ഗൈസ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നല്ല വൈബാണ്. ഞാനുമായിട്ട് അങ്ങ് ജെല്ലായി പോവും. അപ്പോൾ അവരുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നതും ഒക്കെ അത്യാവശ്യം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവർ വ്ളോഗ് ചെയ്യാൻ വിളിക്കുമ്പോൾ ഞാൻ ഓടിച്ചാടി പോകും. ബിക്കോസ് എനിക്കിഷ്ടമാണ്. മാത്രമല്ല, എനിക്ക് ആ ഒരു വ്ളോഗ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് ഒരു ചമ്മലും ഇല്ല ആ വ്ളോഗിൽ. അപ്പോൾ അതുകൊണ്ട് റിയലി ഹാപ്പി ഗൈസ്. എന്തായാലും ഒരു വർഷം സന്തോഷത്തോടെയും അടിപൊളിയായിട്ടാണ്. ബിക്കോസ് ഞാൻ കുറെ അത്യാവശ്യം കാണുന്നതാണല്ലോ ഇവർ ഈ വ്ളോഗിൽ കാണുന്ന പോലെ തന്നെയാണ് ഗൈസ്. ടോം ആൻഡ് ജെറിയാണ് രണ്ടുപേരും. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കും ഇഷ്ടമാണ്. രണ്ടുപേരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, നല്ല അടിപൊളി ഫൺ ക്യാരക്ടേഴ്സ് ആണ് രണ്ടുപേരും. ആൻഡ് ഐ ആം ഹാപ്പി ദാറ്റ് ഐ നോ ദം ആൻഡ് വെരി ക്ലോസ് വിത്ത് ദം. അപ്പോൾ എൻ്റെ ഈ ഒരു ജേർണിയിൽ എന്നെ ഇങ്ങനെ പുഷ് ചെയ്തും സപ്പോർട്ട് ചെയ്തും പാർട്ടായിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നത് ഗൈസ്, കാർത്തിയും വർഷയും. സോ ഐ ആം വെരി താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ. എന്താ പറയുമല്ലോ, രണ്ടുപേർക്കും ഇപ്പം എന്നെ നല്ലപോലെ അറിയാം. ഇപ്പം എൻ്റെ മടിയായാലും ശരി, ഇൻസെക്യൂരിറ്റീസ് ആയാലും ശരി, അവർക്ക് അത് നല്ലപോലെ ഇപ്പം അറിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലി അറിയുന്ന പോലെ തന്നെയാണ് ഇപ്പം അവർക്കും അറിയാവുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് അവരിപ്പം. ദാറ്റ്സ് വൈ വെരി ഹാപ്പി അബൌട്ട് എന്താ പറയുക, അവരുടെ ജീവിതത്തിലുള്ള മൈൽ സ്റ്റോണിലും എനിക്കും കൂടെ ഒരു സന്തോഷം തോന്നുന്നത് അതുകൊണ്ടാണ് ഗൈസ്. സോ അപ്പോൾ എന്തായാലും വിഷിംഗ് ദം എ റിയലി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആൻഡ് ഐ ഹോപ്പ് ദെയർ ലൈഫ് ഈസ് സ്മൂത്ത് ആൻഡ് ഹാപ്പി ലൈക്ക് ദിസ്. അവർ ഇപ്പം എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻഡ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ രണ്ടുപേർക്കും. ഇതാണ് ഗൈസ് അലക്കാട്ടെ. എൻ്റെ ബൊക്കെ ഞാൻ ഇപ്പം തന്നെ കൊടുത്തേക്കാം ഗൈസ്. സൂപ്പറാ. വേറെ ഇത് എൻ്റെ വെഡിങ് ആനിവേഴ്സറി നമ്മുടെ ഇന്ന് ഫസ്റ്റ് ആനിവേഴ്സറി അല്ലേ. അപ്പൊ അങ്ങനെ നിനക്കൂടെ ചേർത്ത് തന്നെടാ, പെമ്പിള്ളേർക്ക് മാത്രമല്ല. അമ്പൈൻ പറയൂ, ഒന്നുകൂടെ പറയൂ, ഞാൻ കേട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതാണ് മതി ഗൈസ്. എനിക്കത് കേട്ടാൽ മതി. കഷ്ടപ്പെട്ട് ഞാൻ കുറച്ച് ഒരു അരമണിക്കൂർ കുത്തി നിന്ന് വാങ്ങിച്ചെന്നത്. അതുകൊണ്ട് ഐ ആം ഹാപ്പി. തെറ്റല്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പൂവരമുണ്ട്. ബീട്രൂട്ട് റൗണ്ടിൽ ചെത്തി വെച്ചേക്കുന്ന പോലെ ഒരു പൂവൊക്കെ ഉണ്ട്. നീ എവിടെ നടന്നിട്ട് നീ ഒന്നും പഠിച്ചില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബീട്രൂട്ട് പോലെ അതാ അവർക്കറിയാം. ഞാൻ ബീട്രൂട്ട് പോലെ മറ്റേ വെളുത്തിട്ട് സൈഡിൽ ബീട്രൂട്ടിന്റെ കളറിലിരിക്കുന്ന പൂവാതെ ഗൂഗിൾ മറ്റേ എന്തോ സാധനം ഉണ്ടല്ലോ, ഗൂഗിൾ ലെൻസ് അടിച്ച് വയ്ക്കാതെ അത് പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട്. അതെ വെൽക്കം ഡ്രിങ്ക്. ചിയേഴ്സ് ടു വർഷ ആൻഡ് കാർത്തി. കൈ ചുരുട്ടി ഇടിക്കുന്നാണ് എന്താണ്. ഓക്കെ ഗൈസ്, കൊള്ളാം. അവരുടെ സാധനം അടിപൊളിയാണ്ടാ. അവൻ്റെ കല്യാണത്തിൽ നിന്നാണ് ഇവരെ ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. വീട്ടിലേക്ക് ജോയുടെയും ഒരു പാർട്ടിക്ക് ഞാൻ കണ്ടായിരുന്നു. ഇവരാണ് ചെയ്തത്. മിക്കവരുടെയും പരിപാടികൾ ഇവരാണ് ക്യാറ്റർ ചെയ്യുന്നതെന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മിക്കവരുടെയും കണ്ടിട്ടുണ്ട്. നല്ല ഫുഡാണ്. അവൻ്റെ റിസപ്ഷൻ അടിപൊളി. അവൻ്റെ റിസപ്ഷൻ നല്ല ഫുഡായിരുന്നു കഴിച്ചത്. നല്ല മടാന്ന് ഞാൻ കഴിച്ചായിരുന്നു. അപ്പം നോക്കട്ടെ കഴിച്ചു. ഇവിടെ കഥ തുടരുന്നു.
റെക്കോർഡിംഗ് ആണോ? അയ്യോ എൻ്റെ മുട്ട പോയി, എൻ്റെ മുട്ട പോയി കാലിവിടെ ഇടിച്ചു, എൻ്റെ മുട്ട പോയി. അയ്യോ, അതുകൊണ്ടാണ് എൻ്റെ വ്ളോഗിൽ ഇങ്ങനെ ഒരു സീൻ. ഓ എന്തോടെ ഇരുമ്പാ. ഓ എൻ്റെ അമ്മ കുറച്ചൊന്ന് ഞാൻ ചരിഞ്ഞതാ. മുട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്, മുട്ട് ചതഞ്ഞുപോയി. ഓക്കെ ഗൈസ്, എല്ലാവരും വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ണന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കണ്ണൻ വേണ്ടി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അവനും കൂടെ വന്നതിന് ശേഷം കാര്യമായ പരിപാടികൾ തുടങ്ങുന്നതായിരിക്കും. വ്ളോഗ്. യെസ് ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഹായ് ഗൈസ്. ഞാൻ ഓൺ ചെയ്ത് ഹായ് ഗൈസ്, ഐ ആം ദ ലേറ്റസ്റ്റ് വ്ളോഗർ ഓഫ് ദിസ് മില്ലേനിയം. എല്ലാവരും വ്ളോഗ് ചെയ്യൂ കുട്ടി. കാർത്തിക് എന്നെ പഠിപ്പിച്ചു, ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. കമോൺ, നീ അങ്ങോട്ട് കാണിക്കും, അങ്ങോട്ട് കാണിക്കും. അവനെ കാണിക്കും. ഓ കാണിച്ചു കേട്ടോ, ചെറുതായിട്ടൊക്കെ വന്ന് തല കുറച്ചൊക്കെ വന്നു. ഹലോ, വെൽക്കം ടു ന്യൂ വ്ളോഗ്. പറ മോനെ. ഹലോ ഫ്രണ്ടിനെ കാണിക്കും. പിടിച്ചോ. വേൾഡിലെ ആദ്യത്തെ ബേബി വ്ളോഗ്. യെസ്, വരൂ, കമോൺ. ഫ്രണ്ടിനെ കാണിക്കേ, ഫ്രണ്ടിനെ കാണിക്കും. കാണിച്ചോ, ട്വിസ്റ്റ് ചെയ്യണ്ടോ? നിന്നെയും കാണിക്കണം. കാണിച്ചു ഇത് കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും, പക്ഷെ രസമുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കുറെ പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയും വ്ളോഗ് ചെയ്യാം. റോ വ്ളോഗ്, റോ ആംഗിൾസ്. ശരണ്യ ആന്റിയെ ഫോട്ടോ എടുക്കും, ഇതെടുക്ക്, വീഡിയോ എടുക്ക്. മോത്തല്ലേ കണ്ണൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. നമ്മളെപ്പോ ഫുഡ് കഴിക്കുന്നത് അവിടെ ഒരാൾ കോട്ടവായൊക്കെ ഇടുന്നുണ്ട്. മിസ്റ്റർ കണ്ണൻ വന്നിരിക്കുന്നു ഏറ്റവും ലാസ്റ്റ്. എന്നിട്ട് കുറെ ഡയലോഗും. ശരി ഗൈസ്, വ്ളോഗും. യെസ്, അപ്പം കണ്ണൻ വന്ന സ്ഥിതിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ ഗൈസ്. ഓ ാണ് എന്റെ എക്സ്പ്രഷൻ വരാത്തത്. മുറിക്കട്ടാ. താങ്ക് യു സോ മച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്ദി. ഓ വാവ്, നൈസ്. താങ്ക് യു. ഞങ്ങൾ കല്യാണം കഴിച്ച് 1 വർഷമായുള്ളതിന്റെ തെളിവ്. റെഡ് വെൽവെറ്റ് ആണ്, കഴിച്ചു നോക്കട്ടെ. ഓ അടിപൊളി കേക്ക് കേട്ടാ, സൂപ്പർ കേക്ക്. വെരി ഗുഡ്. എവരെയാണ് ഉണ്ടായിരുന്നു? ഓ മൈ കേക്ക്. നല്ല റെഡ് വെൽവെറ്റ് കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. റാബൈ റബന്റെ ഗിഫ്റ്റ്. ഓ നൈസ്. വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. എനിക്ക് എത്രയും പെട്ടെന്ന് 1 മില്യൺ അടിക്കട്ടെ ഗൈസ്. നിനക്കടിക്കണ്ട, എനിക്ക് ഇത്രയും പേര് ഇവിടെ കയറോടെ. ഇത് എല്ലാവരും ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമോ? ഗൈസ്, ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ. നീറ്റായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മളാദ്യം തന്നെ വന്നു. സീറ്റ് കിട്ടൂല, അല്ലെങ്കിൽ കണ്ണനൊക്കെ വെളിയിൽ പടിയിലിരിക്കും. പാടി നമുക്ക് അകത്തും ഇരിക്കാം. എനിക്കും അസിഡിറ്റി ഉണ്ടാകും. ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ ഞാൻ അറ്റാക്കാണെന്ന്. ഇന്ന് വർക്കൗട്ടും അല്ല, വർക്കൗട്ട് ഇന്ന് വിളിച്ചിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. അപ്പം വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഗൈസ് എപ്പോഴും എനിക്കൊരുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു നെഞ്ചിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു വേദന ഉണ്ടെങ്കിൽ അപ്പം അറ്റാക്ക് എന്ന് ഞാൻ പറയും. അതിൻ്റെ അത് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ആങ്സൈറ്റി. എല്ലാവരും വരുന്നുണ്ട് ഗൈസ്. നമുക്ക് ഫുഡ് അടിക്കാൻ സമയമായി. നമ്മളിവിടെ ആദ്യമേ വന്നു.
ഒരു വ്ളോഗർ എപ്പോഴും ഒരു മുഴം മുന്നേ അറിയും. വരൂ ഗായ്സ്, എല്ലാരും വരൂ. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തു, എല്ലാം എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഡിഷ് വന്നിരിക്കുകയാണ്, പോർച്ചുഗീസ് ബീഫ് സ്റ്റേക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഗൈസ്, കഴിച്ചോക്കട്ടെ. ആദ്യം നമ്മൾ മാഷ് പൊട്ടാറ്റോ. ഹാലൻഡിന്റെ പോസ്റ്റിൽ എന്റെ ബ്രസീലിനെ തോപ്പിച്ചവനാണ് അവൻ. പോർച്ചുഗീസ് ബീഫ് സ്റ്റേക്ക് കഴിച്ചോട്ടെ. പോർച്ചുഗീസ് ബീഫ് സ്റ്റേക്ക് ആണ് മെസ്സിക്ക് ഇഷ്ടമുള്ളത്. ഗൈസ്, കൊള്ളാം. ഫസ്റ്റ് ഐറ്റം ഈസ് ഗുഡ്. ഐ ലൈക്ക്. എൻ്റെ ഒരു ഇതിൽ ഇംഗ്ലണ്ടിന് നല്ല ചാൻസ് ഉണ്ട്, സ്പെയിനിന് നല്ല ചാൻസ് ഉണ്ട്. ഫ്രാൻസ് ജയിക്കൂല. ഫ്രാൻസ് ഇപ്പോൾ പോണ പോക്കിൽ എനിക്ക് തോറ്റുള്ളൂ, പേടിക്കണ്ട. സ്പെയിൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്. ഇന്ന് ഇംഗ്ലണ്ട് ജയിക്കും മിക്കവാറും, അവന്മാരെ തോപ്പിക്കും. നോർവേ. ഹാലൻഡ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ ബ്രോ? സ്ക്വിഡും പ്രോൺസും രണ്ടും ഉണ്ട്. കാലിക്കറ്റിലൊക്കെ കിട്ടും. കാലിക്കറ്റില്ല കഴിക്കാൻ പോണ? ഓ നോക്കട്ടെ ഗൈസ്, കഴിച്ചോട്ടെ. അവൾ കൊള്ളാന്നൊക്കെ പറയുന്നുണ്ട്. സ്ക്വിഡ് നിറച്ചതാണ് ഗൈസ്. ഓ, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എന്താണ് ഇതിനകത്ത് നിറച്ചിരിക്കുന്നത് ഗൈസ്? സ്ക്വിഡ് നിറച്ചത്. ഓ, ഭയങ്കര സോഫ്റ്റ്, ഒരു രക്ഷയില്ല ചേട്ടാ. കാന്താരി മുളകിൻ്റെ ടേസ്റ്റ് കിടിലുണ്ട് ചേട്ടാ. അതല്ല, അവരെ ഫുഡ് കിടിലാണ് ഈ അലക്കാട്ടേര. ഈ സാധനം സൂപ്പർ ഐറ്റം. അവര് ഇത് മാത്രം കഴിച്ചാൽ വർത്തിട്ടാണ്. കിടില സാധനം കഴിച്ചത്. ഇത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്തത് ഞാൻ സ്ക്വിഡ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യണത്. ആ, സൂപ്പർ കേട്ടോ. നൈസ് ഗൈസ്, അടിപൊളി ഫുഡ്. നല്ല വലിയ പ്രോൺസ്. ലെറ്റ് മീ ട്രൈ ദ പ്രോൺസ്. എല്ലാം കൊള്ളാം. പ്രോൺസ്, സ്ക്വിഡ്, ബീഫ്. ഓ, അടിപൊളി കേട്ടാ. ദർ ഫുഡ് ഇസ് റിയലി ഗുഡ്. പൊളി. സ്ക്വിഡ് തന്നെ സ്റ്റാർ. ഒരു സ്ക്വിഡ് കിടിലം കഴിച്ചു. സൂപ്പർ സാധനം. കാന്താരി മസാല. പക്ഷേ അതിൻ്റെ കുക്കിംഗ് പെർഫെക്റ്റ് ആണ്. സൂപ്പർ സാധനം. ഗൈസ്, സ്ക്വിഡ് വീണ്ടും മറിഞ്ഞിരിക്കുകയാണ്. റിയലി ഗുഡ്. ഒരു രക്ഷയില്ല. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സോഫ്റ്റ്നെസ് കാണിച്ചാൽ ഈ ഫോർക്ക് വെച്ച് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കുക തന്നെ അത് വരും. അത്രയും സോഫ്റ്റാണ് ഗൈസ്. പിന്നെ അതിൻ്റെ ഫില്ലിങ്ങും കൊള്ളാം, നല്ല ടേസ്റ്റ്. സ്ക്വിഡ് ഫാൻസ് ഗൈസ്, എല്ലാവരും സ്ക്വിഡിൻ്റെ ഫാൻസായി മാറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ചിക്കൻ ഫ്രൈ വന്നിട്ടുണ്ട്. വെറൈറ്റി. ഒത്തിരി മധുരമൊക്കെ ഉണ്ട്. മസാല പക്ഷെ നല്ല തിക്കാണ്. നല്ല തിക്ക് മസാല. ഒരു ചിക്കൻ 65-ൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. പക്ഷെ കൊള്ളാം. നല്ല അപ്പം വന്നിട്ടുണ്ട്. അപ്പവും ചിക്കനും ട്രൈ ചെയ്തോണ്ട് കൊള്ളാം. ഇതെന്താ ഐറ്റം? ഓക്കെ, ഷെഫ് പിള്ളയുടെ സ്പെഷ്യാലിറ്റി. കുറച്ച് മതി ഉള്ളൂ, ഗ്രേവി ഇട്ടാൽ. കിങ് ഫിഷ് നിർവാണയാണ് അപ്പത്തിൻ്റെ മെയിൻ കോമ്പിനേഷൻ. കുറേ വർഷം മുമ്പ് വരെ നിർവാണയൊന്നും ഇല്ലായിരുന്നു. കോവിഡ് ടൈം മുതലാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് ഷെഫ് പിള്ള തെളിയിച്ചത്. ഇപ്പം അത് വേൾഡ് ഫേമസ് ആയി. യമ്മി ഗൈസ്, റിയലി ഗുഡ്. കിങ് ഫിഷ് ആണ് കേട്ടാ. മുള്ള കുടുങ്ങാതെ സൂക്ഷിക്കുക മീൻ കഴിക്കുന്നത്. കപ്പയും കാന്താരി ചമ്മന്തിയും. പാൽക്കപ്പയും കാന്താരി ചമ്മന്തിയും. ചെറിയ എരി. ഓ, കാന്താരി ചമ്മന്തി സോ ഗുഡ്. അടിപൊളി സാധനം കേസ്.
ദിസ് തിങ് ഈസ് റിയലി ഗുഡ്. ഈ ഒരു കാന്താരി സംഭവം കണ്ടപ്പോൾ തന്നെ വേറെ ഫുള്ളായി. അവിടെ മീൻകറി ഉണ്ട് ഗൈസ്, പാൽക്കപ്പയും മീൻകറിയും കാന്താരി ചമ്മന്തിയും. രാത്രി 11 മണി കഴിഞ്ഞ് ഗൈസ്. 11 മണി കഴിഞ്ഞപ്പോഴാണ് ഈ ഫുഡ് ചാലഞ്ച്. സൂപ്പർ അല്ലേ? എല്ലാം ഇച്ചിരി മതി. എൻ്റെ അമ്മോ ഇപ്പോഴേ ഫുള്ളായി. സോ ഫുൾ ഗൈസ്. എന്തായാലും മീൻകറിയും കൂടെ വരട്ടെ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ മീൻകറിയും കപ്പയും, പാൽക്കപ്പയും. കഴിച്ചോട്ടെ. ചൂര ടൂണ. സോ ഗുഡ് ഗൈസ്. ആ പുളിയുടെയൊക്കെ നല്ല ടേസ്റ്റ്. നല്ല പുളിയിട്ട മീൻകറി ഗൈസ്, മുളകും പുളിയും, നല്ല മുളക് കറി. ദിസ് ഈസ് ടു ഗുഡ് ഗൈസ്. ഈ മീൻകറിയും കപ്പയും വൺ ഓഫ് ദി ബെസ്റ്റ് ഗൈസ്. കഴിഞ്ഞെങ്കിലും ലാസ്റ്റ് മട്ടൻ ബിരിയാണിയും കൂടെ ഉണ്ടായിരുന്ന കേസ്, അതും കൂടെ കാണിക്കാൻ വന്നതാണ്. മടാന്ന് കഴിക്കണ സൂപ്പർ അല്ലേ? ഒരെണ്ണമെങ്കിലും കൊള്ളൂല എന്ന് പറയാൻ പറ്റൂല. കുന്തലാണ് സൂപ്പർ. അസിഡിറ്റിയൊക്കെ ഉണ്ടായിരുന്നതാണ് ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ഈ കാണിക്കുന്നത്. സൂപ്പർ മട്ടൻ ബിരിയാണി. സൈൻ ഓഫിൻ്റെ സമയത്ത് വരാം. അവരുടെ റസ്ലച്ചസ് കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക്, തിരമിസു. ഞാൻ തിരമിസു ട്രൈ ചെയ്ത് നോക്കട്ടെ. ഗുൾഗുളു ജലാറ്റിൻ ആഡ് ചെയ്താൽ തിരമിസു ജിഗിലിയാണ്. നോർമലി ഒരു ക്രീമി ടെക്സ്ചർ അല്ലേ, ഇത് ജലാറ്റിൻ ഇട്ടുകൊണ്ട് കുറച്ച് ജിഗിലിയാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം, നല്ല ടേസ്റ്റ്. അങ്ങനെ ഒരു അംഗം നമ്മൾ ഡെസേർട്ടിൽ കഴിച്ച് ഒതുങ്ങുന്നു. ഫാനായി. അതായത് പാമ്പ് എന്നെ വിഴുങ്ങിയ പാമ്പ് കിടക്കുന്നതല്ലേ കിടക്കുന്നു. ഇതെന്താ റോസ് മിൽക്കോ? മൈ ഗോഡ്, റോസ് മിൽക്ക്. ഞാനൊരു സിപ്പടിക്കും ഗൈസ്, നോക്കട്ടെ, എനിക്ക് ഇഷ്ടമുള്ള സാധനം. ഓ ഗൈസ്, ഹണി റോസ്. നല്ല പേര് കേട്ടോ, ഹണി റോസ്. നൈസ്, സൂപ്പർ സാധനം. ഹണിയുടെ ടേസ്റ്റാ. എല്ലാ ഫുഡും കിഡില്ല. ഇത്രയും കുറ്റം പറയാൻ പറ്റില്ല. എനിക്ക് ആ കുറച്ച് ചിക്കൻ ഫ്രൈ എനിക്ക് വലിയ, ബിക്കോസ് ആ മധുരം ഉള്ളതുകൊണ്ട് എനിക്ക് തേങ്ങ ഒരുപാട് ഇട്ട ചിക്കൻ ഫ്രൈ ഇഷ്ടമല്ല. ബാക്കിയുള്ള എല്ലാം പോളിസാണ്. ഇല്ല, നമ്മൾ ട്രിവാൻഡ്രത്ത് അങ്ങനെയൊന്നും അല്ല. പിന്നെ പൊരിയാണ്, അങ്ങനെ പൊടിയാ. അത് അതാണ് ഈ സാധനം. ട്രിവാൻഡ്രം സ്റ്റൈലല്ല. പക്ഷെ ഗൈസ് സൂപ്പർ ഫുഡ്, സൂപ്പർ ഹാപ്പി. എൻ്റെ അമ്മ ഞാൻ ലൈറ്റായിട്ട് കഴിയാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ദിസ് ഈസ് ലൈക്ക് എ പ്രോപ്പർ ഫീസ്റ്റ്. 7 കോഴ്സാ 8 കോഴ്സാ എന്താണെന്ന് തോന്നുന്നു. ഫുഡ് അടിപൊളി, പാലക്കാട്ടെ ആസ് ഓൾവേസ്, പോളി ടേസ്റ്റ്. ഷെഫുമാരെല്ലാം കിടിലം കേട്ടോ. അവരാ ഒരു ഫുൾ ടീം അവിടെ ഉണ്ട്. വൻ സംഭവം കഴിച്ചു. നല്ല രീതിയിൽ ഓർഗനൈസും ചെയ്ത് പ്രോപ്പർ സാധനം ഫുഡ്, ഒന്നും കുറ്റം പറയല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, കാണാം. താങ്ക് യു സോ മച്ച്. അടിപൊളി സർവീസ് ആയിരുന്നേ. താങ്ക്സ് സാർ, താങ്ക് യു, ബൈ. താങ്ക്സ് ബ്രോ. നല്ല ആംഗിളൊക്കെ ഉള്ളത് ഇട്ടാൽ മതി കേട്ടാ. പേരെങ്ങനെയാണ് ഷെഫിന്റെ? ബിബിൻ. ഷെഫ് സനൂപ്. എൻ്റെ പേര് സനു എന്നാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ രണ്ടുപേരുടെയും ഫുഡ് ഒരു രക്ഷയില്ല. സ്പെഷ്യാലിറ്റി ഏതാ, നാടൻ തന്നെയാണോ അതോ രണ്ടുപേരും കോണ്ടിനെന്റലാണ്? ഓക്കെ നൈസ്. പക്ഷെ ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. നമുക്കത് കഴിക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം കെയർ എടുത്തിട്ടാണ് ഓരോ ടേസ്റ്റിൻ്റെ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇത് കുറച്ച് നാൾക്ക് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്, ഇത്രയും നല്ല എലാബറേറ്റ് ആയിട്ടുള്ള ഒരു മീല്. ആൻഡ് ക്രെഡിറ്റ് ഗോസ് ടു ദീസ് 2 ഷെഫ്സ്. താങ്ക് യു സോ മച്ച് ഷെഫ്. അപ്പം ഇനിയും വരാൻ നോക്കാം. ഇവിടുത്തെ ഈ ടേസ്റ്റിംഗ് സ്റ്റുഡിയോ എന്നൊരു സംഭവം ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പൊ ഇവരിങ്ങനെ ട്രയലൊക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് ട്രയൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഇതിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ വരുന്നതോടൊപ്പം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾ, എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾ, എങ്ങനെ നിങ്ങളുടെ ടേസ്റ്റ് ബഡ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളൊരു മോർ ദാൻ സാറ്റിസ്ഫൈഡ്. കിഡിലായിട്ടുണ്ട്, നല്ല അടിപൊളി ഫുഡ്. ആൻഡ് ഐ ഹോപ്പ് നിങ്ങളുടെ ഫുഡ് കഴിക്കാൻ ഇനിയും ചാൻസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഷെഫ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് ചേട്ടാ രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. ശരി, അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ അടിച്ച് ആനിവേഴ്സറി കപ്പിൾസിനെ വിഷും ചെയ്ത് പോവുകയാണ്. വിഷിങ് യു മെനി മോർ ആനിവേഴ്സറീസ്. അപ്പം സീ യു ഗൈസ്. എന്തായാലും വേറെ അനങ്ങാൻ വയ്യ. ബൈ.